എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രൊമാറ്റോഗ്രഫിയും അതുപോലെ തന്നെ പേപ്പർ ക്രൊമാറ്റോഗ്രഫിയുമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ക്രൊമാറ്റോഗ്രഫിയെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്രൊമാറ്റോഗ്രഫി ഡെവലപ്പ് ചെയ്തത് റഷ്യൻ ബോട്ടാണിസ്റ്റായ MS സ്വെറ്റാൻ. അദ്ദേഹം കളറിംഗ് മെറ്റീരിയൽസ്, പിഗ്മെന്റ്സ് ഇൻ പ്ലാന്റ്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്തിരുന്ന സമയത്താണ് ക്രൊമാറ്റോഗ്രഫി ഇൻവെന്റ് ചെയ്തത്. ക്രൊമാറ്റോഗ്രഫിയിലെ ക്രോമ എന്ന വാക്കിനർത്ഥം കളറും അതുപോലെ ഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റിംഗ് ആണ്. ക്രൊമാറ്റോഗ്രഫി നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിക്സ്ചർ ഓഫ് കമ്പോണൻസിൽ നിന്ന് അതിൻ്റെ ഓരോ കമ്പോണൻറ്റിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ക്രൊമാറ്റോഗ്രഫി എന്ന ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ സെപ്പറേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് അതിൻ്റെ മൊബിലിറ്റി, അതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ റേറ്റ്, എമൗണ്ട്, അതിലുള്ള അയോൺസിൻ്റെ കോമ്പോസിഷൻ, ബൈൻഡിങ് അഫിനിറ്റി, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ക്രൊമാറ്റോഗ്രഫി നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്രൊമാറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടെക്നിക് യൂസ്ഡ് ഫോർ സെപ്പറേറ്റിംഗ് ദ കമ്പോണൻസ് ഫ്രം എ മിക്സ്ചർ. ഈ ക്രൊമാറ്റോഗ്രഫിയിൽ മെയിൻലി വരുന്ന രണ്ട് ടേംസ് ആണ് സ്റ്റേഷനറി ഫേസും അതുപോലെ തന്നെ മൊബൈൽ ഫേസും. ഈ സ്റ്റേഷനറി ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോളിഡ് സർഫസിന് മുകളിൽ ഒരു ലിക്വിഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത്. അതായത് മൂവ്മെന്റ് ഇല്ലാത്ത ഒരു സംഭവം, അതാണ് സ്റ്റേഷനറി ഫേസ്. അടുത്ത ഒരു ഫേസ് ആണ് മൊബൈൽ ഫേസ്. ഈ മൊബൈൽ ഫേസ് എന്നാൽ ഈ സ്റ്റേഷനറി ഫേസിന് മുകളിൽ കൂടി മൂവ് ചെയ്യുന്ന ഒരു സോളിഡോ അല്ലെങ്കിൽ ലിക്വിഡോ ആകാം ഈ മൊബൈൽ ഫേസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട മിക്സ്ചർ ഓഫ് സബ്സ്റ്റൻസ് ഒരു സോളിഡോ അല്ലെങ്കിൽ ഒരു ലിക്വിഡിലോ ലയിപ്പിച്ചിരിക്കുന്നതാണ്. അതിനെയാണ് നമ്മൾ മൊബൈൽ ഫേസ് എന്ന് പറയുന്നത്. ഈ സോളിഡ് ഫേസിന്റെയും ലിക്വിഡ് ഫേസിന്റെയും ഇന്ററാക്ഷൻ മൂലമാണ് നമുക്ക് കമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഒരു സോൾവെന്റിൽ ഒന്നിലധികം സൊല്യൂട്ട് ഡിസോൾവ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ ഈ ഓരോ സൊല്യൂട്ടിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മുടെ ഈ ക്രൊമാറ്റോഗ്രഫി. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇപ്പം ഒരു വെള്ളത്തിൽ നമ്മൾ സോൾട്ട് ലയിപ്പിച്ചിരിക്കുന്നത്, സപ്പോസ് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ്. അപ്പം ഇതിൻ്റെ അകത്തിലെ ആ സോൾട്ടിനെയാണ് നമ്മൾ സൊല്യൂട്ട് എന്ന് പറയുന്നത്, ആ വെള്ളത്തിനെ നമ്മൾ സോൾവെന്റ് എന്ന് പറയും. അപ്പം ആ സോൾവെന്റിലുള്ള ആ സൊല്യൂട്ടിനെ, ആ ഉപ്പിനെ വേർതിരിച്ചെടുക്കാനായിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ക്രൊമാറ്റോഗ്രഫിയിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പല പല പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് അഡ്സോർപ്ഷൻ ഉണ്ട്, പാർട്ടീഷൻ ഉണ്ട്, അഫിനിറ്റി ബേസ് ചെയ്ത്, അങ്ങനെ പല രീതിയുടെ ബേസിസിലായിട്ടാണ് നമ്മൾ പല ടൈപ്പ് ക്രൊമാറ്റോഗ്രഫി പറയുന്നത്. ഓക്കെ, നമുക്കിനി അത് ഓരോന്നും നോക്കാം. നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫേസിന്റെയും ലിക്വിഡ് ഫേസിന്റെയും കാര്യം പറഞ്ഞു, മൊബൈൽ ഫേസിന്റെയും സ്റ്റേഷനറി ഫേസിന്റെയും കാര്യം പറഞ്ഞു. അപ്പോൾ ഈ മൊബൈൽ ഫേസ്, മൊബൈൽ ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ചെയ്യേണ്ട മിക്സ്ചർ ഓഫ് സബ്സ്റ്റൻസ് ഒരു സോളിഡിലോ അല്ലെങ്കിൽ ലിക്വിഡിലോ ലയിപ്പിച്ചിരിക്കുന്നതാണ് നമ്മുടെ മൊബൈൽ ഫേസ് എന്ന് പറയുന്നത്. ഈ മൊബൈൽ ഫേസ് ആണെങ്കിൽ അത് മൊബൈൽ ഫേസ് ഒരു ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി എന്ന് പറയും. അതുപോലെ തന്നെ മൊബൈൽ ഫേസ് ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി എന്ന് പറയും. ഈ ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് തെർമോ അൺസ്റ്റേബിൾ ആൻഡ് നോൺ വോളറ്റൈൽ സാമ്പിൾസിലായിട്ട്, അതായത് ചൂട് കൊടുക്കുമ്പോൾ അധികം സ്റ്റേബിൾ അല്ലാത്ത കമ്പോണൻസും പെട്ടെന്ന് ഇവാപറേറ്റ് ചെയ്ത് പോകാത്ത കമ്പോണൻസിനെയും സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി യൂസ് ചെയ്യുന്നത്. എന്നാൽ ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി യൂസ് ചെയ്യുന്നത് ഗ്യാസസും അതുപോലെ തന്നെ വോളറ്റൈൽ കമ്പോണൻസിനെയും സോളിഡ് മെറ്റീരിയലിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി യൂസ് ചെയ്യുന്നത്. ഈ ക്രൊമാറ്റോഗ്രഫി ഒരു ഹോളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസ് ഇതിനുണ്ട്. അതായത് അമിനോ ആസിഡ്സ്, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റി ആസിഡ്സിനൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ബയോളജി, കെമിസ്ട്രി, ബയോകെമിക്കൽ റിസർച്ച്, അതുപോലെ പെട്രോളിയം ഇൻഡസ്ട്രിയിൽ എല്ലാം നമുക്ക് ക്രൊമാറ്റോഗ്രഫി യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ഇതത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് ഓരോ ക്രൊമാറ്റോഗ്രഫി, ഇപ്പം പേപ്പർ ക്രൊമാറ്റോഗ്രഫി അല്ലെങ്കിൽ കോളം ക്രൊമാറ്റോഗ്രഫി, ഇതൊക്കെ ഓരോന്നും എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ വെച്ച് നോക്കാം. ഇനിയും റിട്ടൻഷൻ ഫാക്ടർ നമുക്കത് ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് നോക്കാം. ഇനി ഈ ക്രൊമാറ്റോഗ്രഫിയെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫേസിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ലിക്വിഡ് എന്നും ഗ്യാസ് എന്നും സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് ക്രൊമാറ്റോഗ്രഫി എന്നും തരംതിരിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ ഇതിനെ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്, ഈ സബ്സ്റ്റൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ആ മെക്കാനിസത്തിന്റെ ബേസിസിൽ ഇതിനെ അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി എന്നും പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫി, അഫിനിറ്റി, അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫി എന്ന് തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ആ ക്രോമാറ്റോഗ്രാഫിക് ബെഡിന്റെ ഷേപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ പ്ലാനാർ എന്നും കോളം ക്രോമാറ്റോഗ്രഫി എന്നും തിരിച്ചിട്ടുണ്ട്. ഈ പ്ലാനാർ ക്രോമാറ്റോഗ്രഫിയുടെ ടൈപ്സ് ആണ് പേപ്പർ ക്രോമാറ്റോഗ്രഫി, തിൻ ലെയർ ക്രോമാറ്റോഗ്രഫി. കോളം ക്രോമാറ്റോഗ്രഫിയുടെ ടൈപ്സ് ആണ് ഗ്യാസ് ക്രോമാറ്റോഗ്രഫി, ലിക്വിഡ് ക്രോമാറ്റോഗ്രഫി. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് എക്സാമിന് ചോദിക്കാവുന്നതാണ്. ഇനി പാർട്ടീഷനും അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫിയും എന്താണെന്ന് നോക്കാം. ഈ പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിക്സ്ചറിലുള്ള കമ്പോണൻസ് അതിലുള്ള സ്റ്റേഷനറി ഫേസിന്റെയും മൊബൈൽ ഫേസിന്റെയും അടിസ്ഥാനത്തിൽ സെപ്പറേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, ഈ പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫി ഡെവലപ്പ് ചെയ്തത് ആർച്ചർ ജോൺ പോർട്ടർ മാർട്ടിനും അതുപോലെ തന്നെ റിച്ചാർഡ് ലോറൻസ് മില്ലിംഗ്ടൺ ചിഞ്ചുമാണ്. അദ്ദേഹം ഡെവലപ്പ് ചെയ്തത് 1940s. ഈ ഇവർ രണ്ടുപേരുടെ ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, അപ്പം ജസ്റ്റ് ചിലപ്പോൾ ഈ മാർട്ടിൻ ആൻഡ് സിഞ്ച് എന്ന് മാത്രമേ കാണത്തുള്ളൂ. അവരാണ് പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫി ഡെവലപ്പ് ചെയ്തത്. അതുപോലെ തന്നെ വേറൊരു ടൈപ്പാണ് അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. അതായത് അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫിയിൽ ഒരു മിക്സ്ചർ ഓഫ് കമ്പോണൻസ് നമുക്ക് തരുമ്പോഴും ആ മിക്സ്ചറിലെ ഓരോ വസ്തുക്കളും വേറെ ഒരു വസ്തുവായിട്ട് വേറെ ഒരു വസ്തുവിന്റെ സർഫസിലേക്ക് ഒട്ടിപ്പിടിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പം ഇതിലെ ഓരോ വസ്തുവിനും ആ വേറെ ഒരു വസ്തുവിന്റെ സർഫസിലേക്ക് ഒട്ടിപ്പിടിക്കാനുള്ള കപ്പാസിറ്റി ഡിഫറെന്റ് ആയിരിക്കും. അപ്പം അതിന് ബേസിസിലാണ് നമ്മൾ അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്നത് പേപ്പർ ക്രോമാറ്റോഗ്രഫിയാണ്. ഈ പേപ്പർ ക്രോമാറ്റോഗ്രഫി നമ്മളിപ്പോൾ പറഞ്ഞ പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫിയുടെ ഒരു ടൈപ്പാണ്. ഈ പേപ്പർ ക്രോമാറ്റോഗ്രഫിയിലെ നമ്മുടെ സ്റ്റേഷനറി ഫേസ് ആയാലും മൊബൈൽ ഫേസ് ആയാലും രണ്ടും ലിക്വിഡ് ആണ്. ഓക്കെ, the paper generally serves as a support for the liquid stationary phase. The principle of separation is mainly partition rather than adsorption. Cellulose layer in filter paper contain moisture which act as a stationary phase, and organic solvents or buffers are used as mobile phase. ഇനി നമ്മൾ സ്റ്റേഷനറി ഫേസിൽ നമ്മളൊരു പേപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ പേപ്പറിന്റെ കാര്യമാണ് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഈ പേപ്പർ ഉണ്ടല്ലോ, ഇത് ഫിൽറ്റർ പേപ്പർ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഈ ഫിൽറ്റർ പേപ്പറിന് നമ്മൾ വാട്ട്മാൻ ഫിൽറ്റർ പേപ്പർ എന്നാണ് പറയുന്നത്. അതിൽ പല ഗ്രേഡ്സ് ഉണ്ട്. നമ്പർ 1, നമ്പർ 2, നമ്പർ 3 അങ്ങനെ പല ഗ്രേഡ്സ് ഉണ്ട്. ഓക്കെ, ആ പേപ്പറാണ് ഉപയോഗിക്കുന്നത്. ഈ പേപ്പറിൽ 98 തൊട്ട് 99% വരെ സെല്ലുലോസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ആൽഫ സെല്ലോസ് അതിൽ 0.3 തൊട്ട് 1% അതിലുള്ളത് ബീറ്റ സെല്ലോസ് ആണ്. ഓക്കെ, it is important to place the paper in a closed container during the development phase to prevent the evaporation of the solvent. അപ്പം നമ്മൾ സാധാരണഗതിയിൽ പേപ്പർ ക്രോമാറ്റോഗ്രഫിയിൽ ഈ സംഭവം എല്ലാം ഒരു ജാറിലായിരിക്കും വെക്കേണ്ടത്. ജാറിൽ വെച്ചില്ലെങ്കിൽ ഇതിൻ്റെ അകത്തിലുള്ള സോൾവെന്റ് ഇവാപറേറ്റ് ചെയ്ത് പോകും എന്നാണ് പറയുന്നത്. The one with the highest solubility in the solvent will travel the farthest in the paper chromatography. നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പം ഇവിടെ നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ഇതാണ് നമ്മുടെ പേപ്പർ. ഓക്കെ, ഇവിടെ പ്യുവർ സെല്ലുലോസ് കൊണ്ടുണ്ടാക്കിയ ഒരു പേപ്പർ ഉണ്ട്. ഈ പേപ്പർ നോർമലി ഒരു സോൾവെന്റിലേക്ക് നമ്മൾ മുക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുമെങ്കിൽ വാട്ടറിൽ. ഓക്കെ, അപ്പം ഇപ്പോൾ ഈ സെല്ലുലോസിലുള്ള പോർസിൽ മൊത്തം വാട്ടർ മോളിക്യൂൾസ് അവിടെ കടന്നുകൂടും. ഓക്കെ, അപ്പം ഈ പേപ്പറിനുള്ള സോൾവെന്റോ അല്ലെങ്കിൽ വാട്ടർ മോളിക്യൂളിനെയാണ് നമ്മൾ സ്റ്റേഷനറി ഫേസ് ആയിട്ട് പറയുന്നത്. അപ്പം ഈ പേപ്പർ നമ്മളൊരു വാട്ടറിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോൾവെന്റിൽ മുക്കി. അപ്പം ഇതിൻ്റെ അകത്തിലുള്ള ഈ പേപ്പറിന്റെ സെല്ലുലോസ് കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ഇതിൻ്റെ അകത്തിലുള്ള ആ പോർസിലൊക്കെ വാട്ടർ കയറും. അപ്പം ഈ വാട്ടറിനെയാണ് നമ്മൾ ഇതിൻ്റെ അകത്തിലെ സ്റ്റേഷനറി ഫേസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, എന്നിട്ട് ഇനി നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട വസ്തു ആ മിക്സ്ചർ എന്താണോ ആ മിക്സ്ചറിനെ ഒരു സ്പോട്ട് ആക്കിയിട്ട് നമ്മൾ ഈ പേപ്പറിന്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ വെക്കും. അപ്പൊ അതിനു മുമ്പേ നമ്മളൊരു ബേസ് ലൈൻ ഇവിടെ വരയ്ക്കും. ഈ ബേസ് ലൈന് നോർമലി ഒരു പെൻസിൽ കൊണ്ടായിരിക്കും വരയ്ക്കുന്നത്. അപ്പം ഈ പെൻസിൽ കൊണ്ട് വരയ്ക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും വേറൊരു സോൾവെന്റിൽ വെക്കും. ആ സോൾവെന്റിൽ അലിയത്തില്ല. നമ്മൾ പെൻസിൽ കൊണ്ട് വരയ്ക്കുമ്പോൾ പെൻസിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അലിയത്തില്ല. ഓക്കെ, എന്നിട്ട്
ഇപ്പൊ നമ്മളിവിടെ ഈ സ്പോട്ട് ഇവിടെ വെച്ചു, ഒരു ബേസ് ലൈൻ വരച്ചു, അതിലൊരു സ്പോട്ട് വെച്ചു. എന്നിട്ട് ഈ സംഭവം നമ്മൾ ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുക്കും. ഓക്കെ, എന്നിട്ട് ഇതിനെ വേറെ ഒരു ജാറിലേക്ക് നമ്മൾ വെച്ചു. ഓക്കെ, ഈ ജാറിൽ വേറെ ഒരു സോൾവെന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ ഈ പേപ്പർ ഒരു സോൾവെന്റിൽ മുക്കിയിരുന്നു, അതാണ് നമ്മുടെ സ്റ്റേഷനറി ഫേസ്. ഇനിയും ഈ പേപ്പറിനെ എടുത്ത് നമ്മൾ വേറെ ഒരു സോൾവെന്റിലേക്ക് ഇമേഴ്സ് ചെയ്തു. അപ്പം ഈ രണ്ട് സോൾവെന്റും, ഇതിൽ ആദ്യമേ മുക്കിയ സോൾവെന്റും ഈ ജാറിലുള്ള സോൾവെന്റും ഇത് രണ്ടും ലയിക്കുന്നത് ആയിരിക്കത്തില്ല. ഓക്കെ, എന്നിട്ട് ഈ പേപ്പറിനെ ഈ ജാറിലേക്ക് നമ്മൾ തൂക്കിയിടും. അപ്പോഴ് ഈ ജാറിലുള്ള സോൾവെന്റ് ഈ പേപ്പറിൽ ഇങ്ങനെ മുകളിലേക്ക് പോകും. ഈ മുകളിലേക്ക് പോകുന്നതിന്റെ കാരണം കാപ്പിലറി റൈസ് മൂലമാണ്. ഓക്കെ, അപ്പോഴ് ഈ സ്പോട്ടിൽ നമുക്ക് അതിലുള്ള പല കമ്പോണൻസ് നമുക്കിങ്ങനെ പല കളറിലായിട്ട് സെപ്പറേറ്റ് ചെയ്തേക്കുന്നത് കാണാം. ഇതാണ് പേപ്പർ ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. അപ്പം ആദ്യമേ ഒരു പേപ്പർ ഉണ്ട്, പേപ്പർ നമ്മൾ ജസ്റ്റ് വാട്ടറിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സോൾവെന്റിൽ മുക്കി, എന്നിട്ട് അവിടെ ഒരു നമ്മുടെ സെപ്പറേറ്റ് ചെയ്യേണ്ട മിക്സ്ചർ വെച്ചു. മിക്സ്ചർ വെച്ചിട്ട് അതിനെ വേറൊരു സോൾവെന്റ്, ഒരു ജാറിൽ ഒരു സോൾവെന്റിലേക്ക് നമ്മൾ ഇറക്കി വെച്ചു. ഇറക്കി വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തുള്ള സോൾവെന്റ് ഈ പേപ്പറിനെ അബ്സോർവ് ചെയ്യും, അത് മുകളിലേക്ക് കയറിപ്പോവും. അപ്പോൾ നമ്മുടെ ആ സ്പോട്ടിന്റെ അവിടെ ഇതിങ്ങനെ പല കളറിലായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാം. ഇതാണ് പേപ്പർ ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലോ കോസ്റ്റ് ആണ്. ഇതിനെ നമുക്ക് വെറൈറ്റി ഓഫ് സാധനങ്ങളെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ കുറച്ചൊരു സ്പോട്ടായിട്ടേ നമ്മൾ സാമ്പിൾ വെക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സാമ്പിളിന്റെ വോളിയം എന്ന് പറയുന്നത് കുറച്ച് മാത്രം വോളിയം സാമ്പിൾ വെച്ചിരുന്നാൽ മതി. അതുപോലെ തന്നെ നമുക്ക് ഈ സാധനമെല്ലാം നമുക്ക് നേരിട്ട് കണ്ടുകൊണ്ട് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വേറെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഡിറ്റക്ഷൻ എക്യുപ്മെന്റ്സിന്റെ ഒന്നും ആവശ്യം അവിടെ വരുന്നില്ല. ഇനി ഇത് എവിടൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ഇതൊരു ഇൻഎക്സ്പെൻസീവ് മെത്തേഡ് ആണ്. അപ്പോൾ അതൊരു സ്മോൾ ക്വാണ്ടിറ്റീസ് മാത്രമേ നമുക്ക് സാമ്പിളിന്റെ യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ദ സെപ്പറേഷൻ ഓഫ് പോളാർ ആൻഡ് നോൺ പോളാർ കോമ്പൗണ്ട്സ് സച്ച് എസ് അമിനോ ആസിഡ്സ്, പെപ്റ്റൈഡ്സ്, കാർബോഹൈഡ്രേറ്റ്സ്, സ്റ്റീറോയിഡ്സ്, പ്യൂറിൻസ് ആൻഡ് സിംപ്ലി ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഇവയൊക്കെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ പേപ്പർ ക്രോമാറ്റോഗ്രഫി യൂസ് ചെയ്യുന്നത്. പിന്നെ അമിനോ ആസിഡ്സ് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്, അമിനോ ആസിഡ്സ് സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അമിനോ ആസിഡ്സ് റെഡ് കളറിൽ കൊടുത്തത്. നമ്മുടെ ഫുഡ് ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഫുഡ് അഡിറ്റീവ്സിനെ ഡിറ്റക്ട് ചെയ്യാൻ, അതുപോലെ പിഗ്മെന്റ്സ് അനലൈസ് ചെയ്യാനായിട്ട്, അതുപോലെ ഫുഡിലുള്ള കണ്ടാമിനൻസിനെ സെപ്പറേറ്റ് ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ പേപ്പർ ക്രോമാറ്റോഗ്രഫി യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ ഈ പറഞ്ഞ പ്രൊസീജിയർ ആണ്. Paper act as a solid supporting material. Water molecules in the pores act as a stationary phase. Mixture of different solvents like ethanol or methanol or chloroform or ether act as a mobile phase. Sample is applied on the paper as a spot with a pencil at a baseline is marked. The purpose of using a pencil to mark the baseline in paper chromatography is that pencil mark do not dissolve in the solvent. ഇനി ഈ പേപ്പർ ക്രോമാറ്റോഗ്രഫിക്ക് പല മോഡ്സ് ഉണ്ട്. ഒരു അസെൻഡിങ് മോഡ് ഉണ്ട്, ഒരു ഡിസെൻഡിങ് മോഡ് ഉണ്ട്, ഒരു റേഡിയൽ മോഡ്, അതുപോലെ ഒരു 2D മോഡ് പറയുന്നുണ്ട്. അപ്പം നമുക്ക് അസെൻഡിങ് മോഡ് എന്താണെന്ന് നോക്കാം. അപ്പം അസെൻഡിങ് മോഡിൽ നമ്മൾ ഇപ്പൊ ആദ്യം കാണിച്ച പിക്ചറിൽ വെച്ചിരിക്കുന്ന പോലെ നമ്മുടെ മൊബൈൽ സോൾവെന്റ് താഴത്തെയായിരിക്കും വെച്ചിരിക്കുന്നത്. എ സ്മോൾ പോർഷൻ ഓഫ് നമ്മുടെ പേപ്പർ ഈസ് ഇമേഴ്സ്ഡ് ഇൻ ദ മൊബൈൽ ഫേസ്. ഡ്യൂ ടു കാപ്പിലറി ആക്ഷൻ സോൾവെന്റ് ഇൻ ദ മൊബൈൽ ഫേസ് മൂവ്സ് അപ്പ്. During this, sample molecules get separated. Separation occurs due to difference in solubility of molecules in the mobile phase and stationary phase. If the baseline is submerged in the solvent, sample will dissolve in the solvent and not separate properly. Ascending mode എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പേപ്പർ ആദ്യമേ ഒരു ജാറിൽ സോൾവെന്റ് എടുത്തു, ആ സോൾവെന്റിലേക്ക് നമ്മൾ പേപ്പർ ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നു. അപ്പോൾ എന്താണ്, ഇതിൻ്റെ അകത്തുള്ള സോൾവെന്റ് ഈ പേപ്പറിലേക്ക് മുകളിലേക്ക് കയറി പോകുന്നു. ഇതാണ് അസെൻഡിങ്, മുകളിലേക്ക് കയറി പോകുന്നു, അത് അസെൻഡിങ് മോളിക്യൂള്. അപ്പോൾ നമ്മൾ ഈ പേപ്പർ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബേസ് ലൈൻ വരച്ചിട്ടുണ്ടല്ലോ, ആ ബേസ് ലൈൻ ഈ സോൾവെന്റിൻ്റെ അതിൽ മുങ്ങിപ്പോകാതെ നോക്കേണ്ടതായിട്ട് ഉണ്ട്. അങ്ങനെ മുങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ സാമ്പിള് സോൾവെന്റിന്റെ അതിൽ ഡിസോൾവ് ആയി പോകും എന്നാണ് പറയുന്നത്. ഇതാണ് അസെൻഡിങ് മോഡ്. ഇനി ഡിസെൻഡിങ് മോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോൾവെന്റ് മുകളിലായിരിക്കും വെക്കുന്നത്. ഓക്കെ, സോൾവെന്റ് മുകളിൽ വെക്കും, അപ്പൊ നമുക്ക് റിസൾട്ട് വരുന്നത് താഴോട്ടായിരിക്കും വരുന്നത്. അതാണ് ഡിസെൻഡിങ് മോഡ്. ജസ്റ്റ് ആ വെച്ചിരിക്കുന്ന പൊസിഷനിലെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ.
The mobile solvent is kept at the top of the chamber. The solvent in mobile phase moves downwards and separate the sample molecules. അപ്പം ഇത് സാമ്പിൾ നമ്മൾ ഇവിടെ ആയിരിക്കും വെച്ചിരിക്കുന്നത്. അപ്പം പല കളറിൽ നമുക്ക് താഴേക്ക് സാമ്പിൾ ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഇനിയും റേഡിയൽ ക്രോമാറ്റോഗ്രഫി. ഇവിടെ റേഡിയൽ ക്രോമാറ്റോഗ്രഫി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു തിരിയിൽ ഒരു സർക്കുലർ പേപ്പർ ഇങ്ങനെ വെച്ചിരിക്കും. ഈ സംഭവം നമ്മുടെ മൊബൈൽ ഫേസിൽ ഇങ്ങനെ സബ്മേർജ് ചെയ്ത് മുക്കിയായിരിക്കും വെച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്, ഈ വിക്ക് ഈ മൊബൈൽ ഫേസിലുള്ള സോൾവെന്റിനെ അബ്സോർബ് ചെയ്യും. എന്നിട്ട് കാപ്പിലറി ആക്ഷന്റെ ബേസിസിൽ ഈ സാധനം അങ്ങോട്ട് സ്പ്രെഡ് ആകും. നമുക്ക് പല കളറിലും ഇതാണ് പല കളറിൽ നമുക്ക് സാധനങ്ങളെ സെപ്പറേറ്റ് ചെയ്തായിട്ട് കാണാം. ജസ്റ്റ് പേരുകൾ വ്യത്യാസമാകുന്നേ ഉള്ളൂ. റേഡിയൽ ക്രോമാറ്റോഗ്രഫി, അസെൻഡിങ് മോഡ്, ഡിസെൻഡിങ് മോഡ്, അതുപോലെ തന്നെ ഒരു 2D മോഡിന്റെയും കാര്യം പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ടെക്സ്റ്റുകളിൽ കണ്ടില്ല, അതുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്യാവുന്നത്. ഓക്കെ, ഇനി നമ്മൾ വിട്ടുപോയ ഒരു പോയിന്റ് ഉണ്ട്, റിട്ടൻഷൻ ഫാക്ടർ എന്നുള്ളത്. ഈ റിട്ടൻഷൻ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ ആ കമ്പോണൻസിനെ, ആ മിക്സറിലുള്ള കമ്പോണൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിട്ടൻഷൻ ഫാക്ടർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ റിട്ടൻഷൻ ഫാക്ടറിനെ ഡിനോട്ട് ചെയ്യുന്നത് RF ആണ്. RF എന്താണെന്ന് വേണമെങ്കിൽ ചോദിക്കാം, പല പേരുകൾ തന്നിട്ട്. RF എന്ന് പറഞ്ഞാൽ റിട്ടൻഷൻ ഫാക്ടർ ആണ്. ഇപ്പൊ ജസ്റ്റ് ഈ പിക്ചർ ഒന്ന് നോക്കൂ. അപ്പൊ ഇതൊരു ജാറാണ്. ജാറിന്റെ അകത്ത് ഒരു ഫിൽറ്റർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്പോട്ട്. സോൾട്ടിന്റെ അകത്തിൽ സ്പോട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ സ്പോട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് കളർ ഇവിടെ സെപ്പറേറ്റ് ചെയ്തേക്കുന്നതാണ്, എയും ബിയും. ഓക്കെ, അപ്പം ഇതിന്റെ അകത്തിലെ റിട്ടൻഷൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റന്റ് ട്രാവൽഡ് ബൈ ദ സ്പോട്ട് അല്ല, ഡിസ്റ്റന്റ് ട്രാവൽ ബൈ ദ സൊല്യൂട്ട് ആണ്. ഡിസ്റ്റന്റ് മിസ്റ്റേക്ക് പറ്റിയതാണ്. ആ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ഡിസ്റ്റന്റ് ട്രാവൽ ബൈ ദ സോൾവെന്റ് ഫ്രണ്ട്. അതായത് നമ്മൾ ഈ പേപ്പർ സോൾവെന്റ് അതിൽ മുക്കി വെച്ചിരിക്കുമ്പോൾ സോൾവെന്റ് അങ്ങ് ഈ പേപ്പറിൽ അങ്ങ് നല്ല രീതിയിൽ അങ്ങ് നനഞ്ഞ് മുകളിൽ വരെ നനഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം എവിടം വരെ നനഞ്ഞിട്ടുണ്ടോ അതാണ് ഡിസ്റ്റന്റ് ട്രാവൽഡ് ബൈ ദ സോൾവെന്റ്. ഓക്കെ, പിന്നെ ഓരോ കളർ നമുക്ക് എവിടം വരെ എത്തുന്നു അതാണ് ഡിസ്റ്റന്റ് ട്രാവൽ ബൈ ദ സൊല്യൂട്ട്. അപ്പം RF വാല്യൂ, ഇപ്പൊ ഓരോന്നിന്റെയും RF വാല്യൂ. അപ്പം RF വാല്യൂ ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 4 ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 4 ഡിവൈഡഡ് ബൈ ഡിസ്റ്റന്റ് ട്രാവൽ ബൈ ദ സോൾവെന്റ് ഇവിടെ 10 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഡിവൈഡ് ബൈ 10. അപ്പം അതിന്റെ റിട്ടൻഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 0.4 ആണ്. അപ്പൊ ഡിസ്റ്റന്റ് ട്രാവൽഡ് ബൈ ദ സൊല്യൂട്ട് ഡിവൈഡ് ബൈ ഡിസ്റ്റന്റ് ട്രാവൽ ബൈ ദ സോൾവെന്റ്, അതാണ് റിട്ടൻഷൻ ഫാക്ടർ. റിട്ടൻഷൻ ഫാക്ടർ സാധാരണഗതിയിൽ 1-നേക്കാളും താഴ്ന്നതായിരിക്കും നോർമലി. ഓക്കെ, അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, റിട്ടൻഷൻ ഫാക്ടർ. റിട്ടൻഷൻ ഫാക്ടർ മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഈ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ ഈ ക്രോമാറ്റോഗ്രഫി, പേപ്പർ ക്രോമാറ്റോഗ്രഫിയുടെ ഞാൻ പറഞ്ഞ പോയിന്റ്സ് എല്ലാം കൂടെ നട്ട്ഷെല്ലിൽ കൊടുത്തിരിക്കുകയാണ്. ഈ പേപ്പർ ക്രോമാറ്റോഗ്രഫി ഇത്രയേ ഉള്ളൂ. ഡെവലപ്പ് ചെയ്തത് മാർട്ടിനും സിഞ്ചുവാണ്. ഇതൊരു പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫിയുടെ എക്സാമ്പിൾ ആണ്, ഒരു ടൈപ്പ് ആണ്. അപ്പോൾ ഇവിടുത്തെ സ്റ്റേഷനറി ഫേസും മൊബൈൽ ഫേസും ലിക്വിഡ് ആണ്. സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് വാട്ടറിന്റെ പേപ്പർ ആണ്. മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് ഒരു സോൾവെന്റ് ആണ്. ഇവിടുത്തെ പ്രിൻസിപ്പിൾ ഓഫ് സെപ്പറേഷൻ പാർട്ടീഷൻ ആണ്. സോൾവെന്റ് മൊബൈൽ ഫേസിൽ മൂവ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാപ്പിലറി ആക്ഷൻ മൂലമാണ്. ഓക്കെ, അതുപോലെ സെപ്പറേഷൻ ഓഫ് കമ്പോണന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് സോലിബിലിറ്റി ഓഫ് ദ സോൾവെന്റ്. സോൾവെന്റുള്ള സോലിബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ കമ്പോണൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്നത് ഡിറ്റക്ഷൻ ഓഫ് ഫുഡ് അഡിക്റ്റീവ്സ്, പിന്നെ പിഗ്മെന്റ്സിനെ അനലൈസ് ചെയ്യാൻ, ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടാമിനൻസ്, അതുപോലെ തന്നെ അമിനോ ആസിഡിന്റെ കാര്യം വിട്ടുപോകരുത്. അപ്പം ഇത്രയാണ് ഞാൻ പേപ്പർ ക്രോമാറ്റോഗ്രഫിയുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് എൻ്റെ ക്രോമാറ്റോഗ്രഫിയിലുള്ള എൻ്റെ അറിവ് വളരെ പരിമിതമാണ്, അതാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത്. ഇത്രയും മാത്രമല്ല, ഇനിയും കുറച്ചുകൂടെയൊക്കെ ഉണ്ട് ഈ ടോപ്പിക്കിൽ. അത് നിങ്ങൾ ഫർദർ റെഫർ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ ക്ലാസ് നിങ്ങളൊരു ബേസായിട്ട് കണക്കാക്കിയിട്ട് നിങ്ങളത് ഫർദർ റീഡിങ് ചെയ്ത് നോക്കൂ. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാകും. ഓക്കെ, താങ്ക് യു.